Once again, welcome to my video blog, Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് വാട്സപ്പ് നമുക്ക് തന്നൊരു ചതി അല്ലെങ്കിൽ ഒരു 8ന്റെ പണിയെ കുറിച്ച് പറയാനാണ്. അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ടിപ്സിനായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഷെയറാണ് ഇതിൽ മുഖ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് വാട്സപ്പ് നമുക്കൊരു 8ന്റെ മുട്ടാൻ പണി തന്നിരിക്കുക. എന്താണ് ആ പണി? അതായത് ഇനി നമ്മുടെ സുഹൃത്തുക്കളുടെയോ റിലേറ്റീവ്സിൻ്റെയോ ആരെങ്കിലും DP അതായത് ഡിസ്പ്ലേ പിക്ചർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. അത് വാട്സപ്പ് 8ന്റെ പണിയായിട്ട് ബ്ലോക്ക് ചെയ്തു. അത് ഓപ്പോസിറ്റ് പാർട്ടീൻ്റെ പ്രൈവസീനെ മാനിച്ചിട്ടാണ് വാട്സപ്പ് അങ്ങനെ ഒരു കാര്യം ചെയ്ത്. നമുക്കറിയാം, ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ലോക്ക് ചെയ്ത ആൾക്കാരെ DPയും നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനൊരു മറുമരുന്ന് വേണം. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഫോട്ടോ DP എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പക്ഷേ ഇനി വാട്സപ്പിൽ എന്ത് ചെയ്യണം, അവരോട് ചോദിക്കണം, ആ ഫോട്ടോ ഒന്ന് എനിക്ക് അയച്ചു തരുമോ, എനിക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോ വേണം എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ആക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൈവസീനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് അതിൽ നിന്നൊരു കാര്യം വേണ്ടേ, നമുക്ക് ആ സ്ക്രീൻഷോട്ട് വേണ്ടേ, ചോദിക്കേണ്ടത് തന്നെ. അതല്ലേ നമ്മൾ മലയാളി. അപ്പം മലയാളി പൊളിയാണ്. അപ്പോൾ അതിനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. എന്താണ് വഴി എന്നല്ലേ? ഒന്നുമല്ല, സിമ്പിൾ. നമ്മുടെ വാട്സപ്പ് വെബ് എടുക്കാം. ഇത് എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല. വാട്സപ്പ് വെബ് എടുക്കുക. അതായത് PC-യിൽ പോയിട്ട് വാട്സപ്പ് വെബ് എടുത്തിട്ട് വാട്സപ്പിൻ്റെ ആപ്പ് യൂസ് ചെയ്യരുത്, വാട്സപ്പിൻ്റെ വെബ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫോൺ സ്കാൻ ചെയ്യുക. അപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കോൺടാക്ട് ലിസ്റ്റ് വരും. അതിൽ അവരെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം എന്ത് ചെയ്യുക, അവരെ DP കാണാം. നമ്മൾ വിൻഡോസിൻ്റെ സ്നിപ്പിംഗ് ടൂൾ യൂസ് ചെയ്യുക. ഈ ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്നിപ്പ് ചെയ്തെടുക്കുക. അതായത് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കുക മക്കളെ. അതന്നെയേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ, ഇങ്ങനെ തന്നെയാണ് നമ്മൾ ലോക്ക് ചെയ്ത ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ പിക്കും ഇങ്ങനെ നമുക്ക് എടുക്കാം. അതും ഫേസ്ബുക്കിൻ്റെ ന്യൂനതയാണ്. ഞാനത് അവരെ ഇൻഫോം ചെയ്തിട്ട് പോലും അവർ ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതും മാറ്റില്ല എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ, ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.